എനിക്കെതിരെ എവിഡൻസും സാക്ഷികളും ഇല്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇതൊരു ചെറിയ ഓഫീസാണല്ലോ. കുമാർ ഓഫീസിന്റെ വലിപ്പത്തിലല്ലോ കാര്യം. സാറിന്റെ കേസ് എന്തായിരുന്നു? എന്നെ ഒരാൾ ചീറ്റ് ചെയ്തു. ചീറ്റിംഗ് ആണ് നമ്മുടെ മെയിൻ. IPC 415, 420. അവന് ജാമ്യം പോലും കിട്ടില്ല. കിട്ടരുത്. കോടതി കഴിഞ്ഞോ? കഴിഞ്ഞു. അകത്താരാ ഉള്ളേ? മറ്റേ ജാമ്യത്തിന്റെ പാർട്ടി. ഓ, ഇതിന്റെ ഒരു ഒബ്ജക്ഷൻ റെഡിയാക്കണേ. ഇത് ഇതുവരെ കെട്ടാൻ പഠിച്ചില്ലേ മാധവി? വക്കീലിന് ഇപ്പോഴേ ഫയല് നേരവണ്ണം കുത്തിക്കേട്ട അറിയത്തില്ല. വക്കീലേ, ഇത് രണ്ടും നാളത്തെ ഉള്ള കേസാ. ഒരു CMP ഉണ്ട്, പിന്നെ ഒരു MC റെഡിയാക്കാണ്. ചേട്ടാ, എനിക്കിന്ന് നേരത്തെ പോണം. ഞാൻ പറഞ്ഞല്ലേ. ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇത് നാളത്തേക്കുള്ള കേസാ. ചേട്ടാ, അവളെ പ്രസവമായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇന്നെങ്കിലും ഞാൻ പോയില്ലെങ്കിൽ എന്റെ സ്വന്തം ദിവസം ഞാൻ തന്നെ വാദിക്കേണ്ടി വരും. ചേട്ടാ, സിജോയേട്ടൻ പൊക്കോട്ടെ, ഞാൻ ചെയ്തു തീർത്തേക്കാം. എന്റെ കുഞ്ഞെ, ഇത് ചെയ്തു കഴിയുമ്പോ പാതിരാത്രിയാവും. പിന്നെ വക്കീൽ സാറ് എന്നോട് കൂട്ടിയിരിക്കാൻ പറയും. എനിക്കാരും കൂട്ടിയിരിക്കൊന്നും വേണ്ട, സാറിനോട് പറയാണ്ടിരുന്നാ മതി. അതെ, വലിയ സൂചിപ്പിക്കലൊന്നും വേണ്ട. ചേട്ടൻ പലതവണ ഇവരുടെ മുന്നിൽ എന്നെ കൊച്ചാക്കാൻ നോക്കുന്നുണ്ട്. ഈ പരിപാടി നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ മഞ്ജു ചേച്ചിക്ക് മെസ്സേജ് അയക്കണ കാര്യം അത് ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. അത് പിന്നെ അവരുടെ ഡിവോഴ്സിന്റെ കേസിന്റെ ഡൗട്ട് പാതിരാത്രിക്ക്. സാറ് വിളിക്കുന്നു. വക്കീലിനല്ല, വക്കീലിനെ.